ഞങ്ങൾ 5 പേർക്ക് ഹെവി ലൈസൻസ് ഉണ്ട്. പക്ഷെ അത് 3 പേരും സ്ത്രീകളാണ്. നമ്മളിപ്പോൾ മറ്റു വണ്ടികളിലാണെങ്കിലും മെയിനായിട്ട് പോകുന്ന ഒരാളും സെക്കൻഡ് ഡ്രൈവർ ഒരാളും ഉണ്ടാവും. നമ്മളെ മെയിൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാഷ്റൂമുകളൊന്നും ഉണ്ടാവില്ല. ചേച്ചി ഇപ്പൊ കോ ഡ്രൈവർ ആയിട്ടാണല്ലോ ഇപ്പൊ വരുന്നത്. മെയിൻ ഡ്രൈവറാ. പിന്നെ നമ്മളെ മെയിൻ ഡ്രൈവർ ആവശ്യം ചേട്ടന്റെ കൂടെ മെയിൻ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമ്മാണെങ്കിലും പറയുന്നത് മെയിനായിട്ട് തമാശന് പറയുന്നതാണ്. എങ്കിലും മെയിനായിട്ട് വണ്ടി ഓടിക്കുന്ന ജലജയാണ് ഓടിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ മറ്റു വണ്ടികളിലാണെങ്കിലും മെയിനായിട്ട് പോകുന്ന ഒരാളും സെക്കൻഡ് ഡ്രൈവർ ഒരാളും ഉണ്ടാവും. ഈ സെക്കൻഡ് ഡ്രൈവർ എന്ന് പറയുമ്പം ആളെ താത്തിക്കെട്ടി പറയുന്നതല്ല ഒരിക്കലും. കോ ഡ്രൈവർ എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ കൂടെയുള്ള ഒരു ഡ്രൈവർ. മെയിൻ ഡ്രൈവർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ആൾക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി എല്ലാ കാര്യങ്ങളും അയാൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. കോ ഡ്രൈവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അത്രേ ഉള്ള സംഭവം. അപ്പൊ ഞങ്ങൾ ചുമ്മാ അങ്ങനെ ചുമ്മാ തമാശനെ വിളിക്കുന്നുള്ളൂ. അത് തമാശനെ വിളിച്ച് അങ്ങ് പതിഞ്ഞു പോയി. അതെ, നമ്മള് എന്റെ വിവാഹശേഷമാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഒത്തിരി മാറ്റങ്ങൾ വന്നു. എന്താ പറയാ, ഇപ്പൊ കൊറേ ലോഡ് ഇറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് ഒക്കെ ആ സമയത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടു? മീൻസ് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്ത്? അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ചെല്ലുന്ന സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വാഷ്റൂമുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാതെ വേറെ തന്നെ. ഇപ്പൊ ഞാൻ സ്ഥിരം വണ്ടിയെ പോയിക്കൊണ്ടിരുന്ന ഒരാളായതുകൊണ്ട് എനിക്കൊരിക്കലും ഇപ്പൊ കുറെ വർഷം പോകാതിരുന്നെന്ന് പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പ് ഷിംലയ്ക്ക് പോയ, കഴിഞ്ഞ ട്രിപ്പ് അതിന് മുമ്പിലത്തെ ട്രിപ്പ് ഷിംലയാണ് പോയത്. ഷിംല ഞാനും വൈഫും മോളും ഉണ്ടായിരുന്നേ, ഷില്ലോങ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ലോഡ് ഇറക്കുന്നിടത്ത് ഈ പടുത കഴിക്കാനും കെട്ടാനും ഒക്കെ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. ഇവർക്ക് അത്ര ഒരു പരിചയമില്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. വണ്ടി ഓടിച്ചാൽ മൊത്തം മോളെ രാത്രിയിലൊക്കെ കൂടുതൽ ഓടിച്ചത്. എന്നെക്കാട്ടി കൂടുതൽ ഓടിച്ച മോളാണ്. രാത്രിയും പകലും ഓടുക. രാത്രിയും പകലും വണ്ടി ഓടുമായിരുന്നു. മോളെയും ചേട്ടൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ, വീട് മൊത്തം ഡ്രൈവേഴ്സ്. ഇപ്പൊ ഇവിടെ ഞങ്ങൾ 5 പേർക്ക് ഹെവി ലൈസൻസ് ഉണ്ട്. പക്ഷെ അത് 3 പേരും സ്ത്രീകളാണ്. അപ്പം ചേച്ചി ഇപ്പൊ ഇങ്ങനെ ഈ എന്താ പറയാ ഹെവി വെഹിക്കിൾസ് ഒക്കെ ഓടിച്ചു തുടങ്ങിയ സമയത്ത് ചേച്ചിക്ക് അത് പുറത്തിങ്ങനെ അറിയണം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടു. അല്ല, അങ്ങനെയല്ല. എനിക്ക് ഇപ്പൊ എല്ലാരും ഇപ്പം അന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ കണ്ടിട്ടില്ലേ? 2018 ഒരു വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടോ, ഫേസ്ബുക്കിൽ ഇടണ്ടെന്ന് പറഞ്ഞായിരുന്നു. എല്ലാരും കാണും അറിയുമെന്നൊക്കെ പറഞ്ഞു. അവരെന്തോ ഒരു വേറെ കുറവായിട്ട് അങ്ങനെ ഒരു കോംപ്ലക്സ് കൊണ്ടല്ല. ഞാനിങ്ങനെ വീട്ടിലൊതുങ്ങിയിരുന്ന ഒരാളാണല്ലോ ഇത്രയും വർഷം. ഒരു മടിയാ. താല്പര്യമില്ലാത്ത ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ മാറി. ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും ആരെങ്കിലും